എല്ലാവർക്കും നമസ്കാരം. ആൻഡമാൻ ആൻഡ് നിക്കോബർ പോലീസിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിരിക്കുകയാണ്. ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷയാണ് തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ളവർക്കും അപേക്ഷ കൊടുക്കാം. ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റാണ്. കേരളക്കാർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. സെലക്ഷൻ ക്രൈറ്റീരിയ ആൻഡമാനിലായിരിക്കും. അതുപോലെ ജോലിയും അവിടെ ആയിരിക്കും കേട്ടോ. ആൻഡമാൻ പോലീസിലേക്കാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വാക്കൻസികൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ചാൻസ് തന്നെയാണ്. നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ബോയ്സിനും ഗേൾസിനും അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് വരുന്നുണ്ട്. SI പോസ്റ്റ്, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ്, ബാൻഡ്മാൻ, സഫായി കർമ്മചാരി, കാർപ്പൻ്റർ, കുക്ക്, ടൈലർ, ബാർബർ, വാഷർമാൻ തുടങ്ങിയ പോസ്റ്റുകളാണ്. പിന്നെ വരുന്നത് പോലീസ് റേഡിയോ ഓർഗനൈസേഷൻ, റേഡിയോ ഓപ്പറേറ്റർ, റേഡിയോ ടെക്നീഷ്യൻ, സിഫർ ഓപ്പറേറ്റർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഹെഡ് കോൺസ്റ്റബിൾ, പിന്നെ കോൺസ്റ്റബിൾ, VHF ഓപ്പറേറ്റർ, ഡീസൽ മെക്കാനിക്ക്, ഫോളോവർ, മെസ്സഞ്ചർ പോസ്റ്റുകളാണ്. ഇതിൽ ഗ്രൂപ്പ് ബിയും വരുന്നുണ്ട്, ഗ്രൂപ്പ് സിയും പോസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ടാണ്. SI വരുന്നുണ്ട്, ഡീലിംഗ് അസിസ്റ്റൻറ്റ്, സ്റ്റോർ കീപ്പർ, അസിസ്റ്റൻറ്റ് മെക്കാനിക്ക്, മെക്കാനിക് ഹെൽപ്പർ, കോൺസ്റ്റബിൾ ഡ്രൈവർ. പിന്നെ പോലീസ് മറൈൻ ഫോഴ്സിലേക്ക് SI മാസ്റ്റർ, പോലീസ് കോൺസ്റ്റബിൾ ഗ്രീസർ, പോലീസ് കോൺസ്റ്റബിൾ ലാസ്കർ പോസ്റ്റുകളും. ഫയർ ആൻഡ് എമർജൻസി സർവീസിലേക്ക് സബ് ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഓഫീസർ, ഫയർമാൻ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, സഫായി കർമ്മചാരി, ഫോളോവർ കുക്ക്, ഫോളോവർ ഡ്രാഫ്റ്ററി പോസ്റ്റുകളാണ്. പിന്നെ IRB വരുന്നുണ്ട്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, ആൻഡമാൻ ആൻഡ് പോലീസിലേക്കുള്ള IRB. സബ് ഇൻസ്പെക്ടർ GD, കോൺസ്റ്റബിൾ GD, കോൺസ്റ്റബിൾ വയർലെസ്, നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, കോൺസ്റ്റബിൾ ബാർബർ, സഫായി കർമ്മചാരി, വാട്ടർ കരിയർ തുടങ്ങിയ പോസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ പോലീസ് SI ആവാം, കോൺസ്റ്റബിൾ ആവാം, ഹെഡ് കോൺസ്റ്റബിൾ വരുന്നുണ്ട്, പിന്നെ ഫയർഫോഴ്സിലേക്ക് വരുന്നുണ്ട്, IRBയിലേക്ക് വരുന്നുണ്ട്. ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വാക്കൻസി റിലീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റിലേക്കും കിട്ടാവുന്ന സാലറി പാക്കേജ് കാണാം. SI പോസ്റ്റുകൾ, റേഡിയോ ഓപ്പറേറ്റർ, ടെക്നീഷ്യൻ, സിഫർ ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് 35,400 തൊട്ട് 1,12,400 വരെ സാലറി കിട്ടും. ഡീലിംഗ് അസിസ്റ്റൻറ്റ്, സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് 25,500 തൊട്ട് 81,100. പിന്നെ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ബാക്കി വരുന്ന കോൺസ്റ്റബിൾ പോസ്റ്റുകൾ, പിന്നെ അസിസ്റ്റൻറ്റ് മെക്കാനിക്, മെക്കാനിക് ഹെൽപ്പർ, കോൺസ്റ്റബിൾ ഡ്രൈവർ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, ഫയർമാൻ, ബാർബർ, സഫായി കർമ്മചാരി, വാട്ടർ കരിയർ തുടങ്ങിയ പോസ്റ്റുകൾ. ഇതിൽ ഫയർമാനും വരുന്നുണ്ട്, IRBയും വരുന്നുണ്ട്. ഇതിലേക്കൊക്കെ 21,700 തൊട്ട് 69,100 വരെയാണ് സാലറി വരുന്നത്. നഴ്സിംഗ് അസിസ്റ്റൻറ്റ് IRBയിലേക്ക് 19,900 തൊട്ട് 63,200. പിന്നെ ബാക്കി വരുന്ന പോസ്റ്റുകൾ ഡീസൽ മെക്കാനിക്ക്, സഫായി കർമ്മചാരി, ഫോളോവർ പോസ്റ്റുകളൊക്കെ 18,000 തൊട്ട് 56,900 സാലറി പാക്കേജ്. അപ്പോൾ ഓരോ പോസ്റ്റിലേക്കുമുള്ള ക്വാളിഫിക്കേഷൻ ഞാൻ വായിക്കുന്നില്ല. അതിനൊരു റീസൺ ഉണ്ട്. കാരണം 5-ാമത്തെ പേജ് മുതൽ 10-ാമത്തെ പേജ് വരെ ഒരുപാട് പോസ്റ്റുകൾ, 38 പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലും ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാമിലും വാട്സപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾ ആ ഒരു PDF വായിച്ചു നോക്കുക. ക്വാളിഫിക്കേഷൻ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഒരുവിധം എല്ലാ പോസ്റ്റിലേക്കും ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പോസ്റ്റുകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ PDF നന്നായി റീഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്വാളിഫിക്കേഷൻ അങ്ങനെയാണ് വരുന്നത്. നിങ്ങളത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. 30 വയസ്സിന് താഴെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ സബ് ഇൻസ്പെക്ടർ, റേഡിയോ ഓപ്പറേറ്റർ, ടെക്നീഷ്യൻ, സിഫർ ഓപ്പറേറ്ററാണ്. പിന്നെ 18 to 25 മെയിൽസിനും 18 to 30 ഫീമെയിൽസിനും കോൺസ്റ്റബിൾ പോസ്റ്റുകൾ, 18 to 33 ബോയ്സിനും 18 to 38 ഗേൾസിന് സ്റ്റോർ കീപ്പർ, ഡീലിംഗ് അസിസ്റ്റൻറ്റ്, സഫായി കർമ്മചാരി, ഫോളോവർ പോസ്റ്റുകൾ, പിന്നെ IRB നഴ്സിംഗ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ ഈ പറഞ്ഞ ഏജ് ലിമിറ്റ്. പിന്നെ 18 to 25 ആണെങ്കിൽ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഡീസൽ മെക്കാനിക്, അസിസ്റ്റൻറ്റ് മെക്കാനിക്, മെക്കാനിക് ഹെൽപ്പർ, കോൺസ്റ്റബിൾ ഡ്രൈവർ, ഫയർമാൻ, പോലീസ് കോൺസ്റ്റബിൾ ഗ്രീസർ, ലാസ്കർ, കോൺസ്റ്റബിൾ GD IRB, കോൺസ്റ്റബിൾ വയർലെസ് IRB, ബാർബർ IRB, പിന്നെ വാട്ടർ കരിയറും സഫായി കർമ്മചാരി IRBയിലേക്ക് തന്നെയാണ്. 18 to 25 ഏജ് ലിമിറ്റ്. പിന്നെ ഫോളോവർ കാർപ്പൻ്ററും പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് 18 to 33 ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡമാനിലാണ് ഇതിൻ്റെ സെലക്ഷൻ. അതുകൊണ്ട് നമ്മളെല്ലാവരും ജനറൽ കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ SC ST OBCക്കൊക്കെ ഒന്ന് റിസർവേഷനും കാര്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല. അത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് അറിയുള്ളൂ. ചാൻസ് കുറവാണ്, വരുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ എത്തിക്കാം. ഓക്കെ, ഇനി മിനിമം ഹൈറ്റ് വേണ്ടത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, റേഡിയോ ഓപ്പറേറ്റർ, ടെക്നീഷ്യൻ, സിഫർ ഓപ്പറേറ്റർ, ഡീലിംഗ് അസിസ്റ്റൻറ്റ്, സ്റ്റോർ കീപ്പർ, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ്, കോൺസ്റ്റബിൾ ബാൻഡ്മാൻ, VHF ഓപ്പറേറ്റർ,
പിന്നെ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, അസിസ്റ്റൻറ്റ് മെക്കാനിക്, മെക്കാനിക് ഹെൽപ്പർ, കോൺസ്റ്റബിൾ ഡ്രൈവർ, കോൺസ്റ്റബിൾ GD IRB, കോൺസ്റ്റബിൾ വയർലെസ് IRB, പോലീസ് കോൺസ്റ്റബിൾ ഗ്രീസർ, പോലീസ് കോൺസ്റ്റബിൾ ലാസ്കർ, ഫയർമാൻ, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. ഇത്രയും പോസ്റ്റിലേക്ക് 168 സെൻറ്റിമീറ്റർ ബോയ്സിന് ഹൈറ്റ് വേണം. ഗേൾസിന് 155 സെൻറ്റിമീറ്റർ മതി. 81 സെൻറ്റിമീറ്റർ ബോയ്സിന് ചെസ്റ്റ് വേണം മിനിമം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്റർ വേണം. പിന്നെ ബാക്കി വരുന്ന ഫോളോവർ പോസ്റ്റുകൾ സഫായി കർമ്മചാരി, ഡീസൽ മെക്കാനിക്ക്, കോൺസ്റ്റബിൾ ബാർബർ IRB, കോൺസ്റ്റബിൾ വാട്ടർ കരിയർ, കോൺസ്റ്റബിൾ സഫായി കർമ്മചാരി പോസ്റ്റിലേക്കൊക്കെ 165 സെൻറ്റിമീറ്റർ ബോയ്സിന് ഹൈറ്റ് വേണം. 155 ഗേൾസിന് മതി. 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് നോർമൽ, 85 വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. പിന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വരുന്ന ഇവൻറ്റുകൾ കാണാം. 1600 മീറ്റർ ഓട്ടം വരുന്നുണ്ട്, ലോങ് ജമ്പ് വരുന്നുണ്ട്, ഹൈ ജമ്പ് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ പോലീസ് കോൺസ്റ്റബിൾ ലാസ്കർ, ഗ്രീസർ, മാസ്റ്റർ പോസ്റ്റിലേക്ക് സ്വിമ്മിങ് വരുന്നുണ്ട്, നീന്തൽ വരുന്നുണ്ട്. ചില പോസ്റ്റിലേക്ക് ബോയ്സിന് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, ഗേൾസിന് പറ്റില്ല. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റുകൾ. ഇനി റിട്ടൺ എക്സാം വരുന്നുണ്ട്. മെട്രിക് ലെവൽ, ഇൻ്റർമീഡിയറ്റ്, +2 ലെവൽ, ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുകളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ സിലബസൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ്റെ PDF നല്ല രീതിയിൽ വായിച്ചെടുത്തോളൂ. പിന്നെ ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്, ചില പോസ്റ്റിന് ട്രേഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റോർ കീപ്പർ ഹെഡ് കോൺസ്റ്റബിൾ, ഡീലിംഗ് അസിസ്റ്റൻറ്റ് ഹെഡ് കോൺസ്റ്റബിൾ, ഈ 2 പോസ്റ്റിലേക്കും ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ടാവും. NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 5% ബോണസ് മാർക്ക് റിട്ടൺ എക്സാമിന് വരുന്നുണ്ട്. B സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 3%, A സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 2% ബോണസ് മാർക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അപേക്ഷ അയക്കുന്ന സമയത്ത് അതെല്ലാം നിങ്ങൾ പരിഗണിക്കുക, അതെല്ലാം വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്, ആൻഡമാനിലായിരിക്കും. അതിൻ്റെ 4 സെൻറ്ററാണ് വരുന്നത്. നേതാജി സ്റ്റേഡിയം, ശ്രീ വിജയപുരം, പിന്നെ മായാബുന്ദർ, കാർണിക്കോബർ, പിന്നെ ക്യാമ്പൽ ബേ മിനി സ്റ്റേഡിയം. ഇത്രയും ഈ പറഞ്ഞ 4 സെൻറ്ററിലായിരിക്കും, ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡിലെ സെൻറ്ററിലായിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ, റിട്ടൺ എക്സാം വരുന്നുണ്ട്, ഫിസിക്കൽ വരുന്നുണ്ട്, ട്രേഡ് ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻസ് ആയിരിക്കും. ഇതിലേക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ഫീസ് വരുന്നുണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്തോളൂ, ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആൻഡമാനിലൊക്കെ പോയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇതിൻ്റെ സെലക്ഷനൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് നേടാൻ പറ്റും. അപേക്ഷ തുടങ്ങിയത് 27 ഏപ്രിലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. മെയ് 17 കേട്ടോ, നോട്ട് ചെയ്ത് വയ്ക്കുക, മെയ് 17 അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അപ്ലൈ ലിങ്ക്. ഓക്കെ. സെലക്ഷൻ പ്രൊസീജിയറിൽ മെഡിക്കൽ ടെസ്റ്റും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ബൈ.